ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടാവും. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. കുറേ നാളത്തെ വാടക വീട്ടിലെ ജീവിതത്തിന് ശേഷം ഇന്നിതേ നമ്മുടെ ആ ഒരു ആഗ്രഹം പൂവണിയാണ്. ഇന്നായിരുന്നു പാലുകാച്ചൽ ദിവസം, ഗൃഹപ്രവേശന ദിവസം. അപ്പോൾ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. കുറച്ച് ദിവസമായിട്ടോ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് 23-ാം തീയതി ആയിരുന്നു പാലുകാച്ചൽ. രാവിലെ പുലർച്ചെ 5 മണിക്ക് ശേഷമായിരുന്നു ഗണപതി ഹോമം. തലേ ദിവസം വാസ്തുപൂജയും അതുപോലെ തന്നെ ഭഗവതി സേവയ്ക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ മുന്നൊരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പാലുകാച്ചിൽ നമ്മൾ കുടുംബക്കാർ മാത്രമേ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. അപ്പം അവരെല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും. ഇത് നമ്മൾ അകം കയറാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പറ നിറക്കാനുള്ളതും പിന്നെ നമ്മുടെ പലചരക്ക് സാധനങ്ങളും പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് എല്ലാം സെറ്റാക്കി വെക്കുവാണ്. നമുക്ക് ടൈം തന്നിരിക്കുന്നത് 8:45 തൊട്ടിട്ട് 7:45 വരെ ആയിരുന്നു. അപ്പോൾ സമയം ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മൾ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ഒത്തിരി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുവാണ്. അത് പാത്രത്തിൻ്റെ പേപ്പർ പ്ലേറ്റും ബാക്കി പ്ലേറ്റും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. നമ്മൾ കുറച്ച് പേര് മാത്രമായിട്ടുള്ള ഫംഗ്ഷനായിരുന്നു. പിന്നെ നമ്മൾ വീട് പണിത ചേട്ടന് ഡ്രസ്സൊക്കെ കൊടുക്കണമായിരുന്നു. പിന്നെ ദക്ഷിണയൊക്കെ കൊടുത്ത് ചാവിയൊക്കെ വാങ്ങിച്ച് ഇതേ നമ്മൾ വീട് കയറാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം എല്ലാം തന്നെ പൂജാരി വന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പം ഇത്ര ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു ദിവസത്തെ ഫംഗ്ഷന്. പിന്നെ നമ്മൾ ഫംഗ്ഷനായിട്ട് 25-ാം തീയതി സൺഡേ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം നല്ല വിളക്കൊക്കെ കത്തിച്ചു. ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റാണ് കേട്ടോ. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയാം. തുളസിത്തറയിൽ തുളസിയൊക്കെ നട്ട്, നമ്മൾ തുളസിത്തറയായിട്ട് കെട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു നമ്മുടെ ചെടിച്ചട്ടിയിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. തുളസിത്തറയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അതിന് തുളസിയൊക്കെ നട്ട് നനച്ച് സർവൈശ്വര്യം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ വീട് കയറാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് നടക്കുവാണ്. നമ്മൾ വീട് ശരിക്കും ചുറ്റണം, പക്ഷെ നമ്മൾ തുളസിത്തറ മാത്രമേ ചുറ്റിയിട്ടുണ്ടായുള്ളൂ. പാലും നിലവിളക്കും പണപ്പെട്ടിയും പിന്നെ പലചരക്ക് സാധനങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കുഞ്ഞുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മമാരും എല്ലാവരും കൂടെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫാമിലീസ് മാത്രമായതുകൊണ്ട് എനിക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് തോന്നിയിട്ടോ. ഇങ്ങനൊരു ഫംഗ്ഷനൊക്കെ ഭയങ്കര ഒരു തിരക്കില്ലാതെ കണ്ട് നമുക്കൊരു നല്ല സോഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വലതുകാല് വെച്ച് സ്വന്തം വീട്ടിലോട്ട് കയറുവാണ്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം വീട്ടിലോട്ട് കയറുവാണ്. അപ്പോൾ അച്ഛനും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ കൂടിയിട്ടാണ് വാതിലൊക്കെ തുറന്ന് സെറ്റാക്കി തരുന്നത്. അപ്പോൾ മുതിർന്നവരാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ മുതിർന്നവർ അവരാണ്. അപ്പം വീട്ടിലോട്ട് ഓരോ സാധനങ്ങളായിട്ട് എല്ലാവരും വലത് കാലയിച്ച് കയറുവാണ്. ഇനിയിപ്പം അകത്ത് കയറിയിട്ട് പറ നിറക്കാനുണ്ട്. പറ നിറക്കലാണ് അടുത്ത ചടങ്ങ്. അതിന് മുന്നേ ഇതൊരു നിലവിളക്ക് കൊളുത്താനുണ്ട്. വീട്ടിലെല്ലാവരും കൂടെയാണ് ഈ ഒരു വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന നല്ലൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു എല്ലാവരുടെ അനുഗ്രഹം വേണമല്ലോ. നമ്മൾ അത്രയും ആഗ്രഹിച്ച് പണിത വീട്ടിൽ നല്ല ശാന്തി സമാധാനത്തോടുകൂടി ജീവിക്കണമല്ലോ. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യത്തെ പറ നിറക്കൽ തുടങ്ങി. എല്ലാവരും തന്നെ പറയും നിറച്ച്. എനിക്കെന്തോന്നറിയില്ല, ഭയങ്കരമായിട്ട് നല്ലൊരു ഫീലിംഗാണ് തോന്നിയത് ആ ഒരു ദിവസം. നമ്മുടെ ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ എല്ലാവരും കൂടാം. പിന്നെ ചേച്ചിമാരുടെ കുറവുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ചേച്ചിമാരൊക്കെ വരാനുണ്ടായിരുന്നു. എല്ലാവർക്കും സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഫംഗ്ഷൻ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു 25-ാം തീയതിയിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതിന് ശേഷമാണ് ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ
കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിനി പാല് കാച്ചൽ ചടങ്ങിലായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഗണപതി ഹോമം കഴിച്ച ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ പാലും കാച്ചുന്നത്. അപ്പോൾ 2 അമ്മമാരും കൂടി ഞാനും കൂടെ ഒന്നിച്ച് തിരിയൊക്കെ വെച്ച് അടുപ്പയിൽ തിരിയൊക്കെ വെച്ച് നമ്മൾ തീ നല്ലതുപോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാൽപാത്രം വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുന്ന വരെ ഒരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ ചേച്ചി നല്ലതുപോലെ കത്താനായിട്ട് ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൊതുമ്പിലെന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാം. അപ്പം ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ കത്തി പാലങ്ങ് തിളച്ച് മറിയട്ടെ, എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. മൂടി അപ്പോൾ പാലൊക്കെ നല്ലതുപോലെ തിളച്ച് മറിഞ്ഞ് നമ്മുടെ പാല് കാച്ചൽ ചടങ്ങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഗണപതിക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് പാലെല്ലാവർക്കും തന്നെ കൊടുക്കാം. പിന്നെ നമ്മൾ അതിൽ തന്നെ ഇത്തിരി അരി ഇട്ടിട്ട് പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലായിട്ട് എല്ലാവർക്കും കൊടുത്ത് അതിനുശേഷം ഇച്ചിരി അരി ഇട്ടിട്ട് അതിൽ ഒരു ചെറിയൊരു പാൽപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് കഴിച്ചു. അല്ലാതെ വേറെ ഫുഡൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയില്ല. പിന്നെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മൾ സദ്യ കേട്ടോ. നമ്മളൊരു 25 പേർക്ക് സദ്യയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു സദ്യ, ഒത്തിരി വിഭവങ്ങളില്ല, നല്ലിട്ട് കുറക്കണമില്ല. അപ്പം ഈ ഒരു സദ്യ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ സദ്യയൊക്കെ നേരത്തെ എത്തിയിട്ടോ. നമ്മുടെ പരിപാടി രാവിലെ കഴിഞ്ഞല്ലോ. അപ്പോൾ കുപ്പികളൊക്കെ നിറക്കുവാണ്. അടുത്ത കർമ്മം ഇതാണ്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന്, ചേച്ചിമാരും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പുതിയ ബോട്ടിൽസ് നിറക്കുവാണ്. വീട് നിറച്ചും പലചരക്ക് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലോട്ട് കയറ്റിയിട്ടുണ്ടായാലും നമ്മൾ ഈ ഒരു സമയത്താണ് എല്ലാം കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണ്. അതാടെ ഉണ്ടാവും മൂടി, അത് കൊള്ളൂല. വലിയ നൈറ്റിയിലൊന്നും ഇടുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അച്ഛമ്മങ്ങളുണ്ടായിരുന്നു, ഹസ്ബൻഡ് ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ മക്കളുണ്ടായിരുന്നു, ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു, ചേട്ടൻ്റെ മക്കളുണ്ടായിരുന്നു. എല്ലാവരും കൂടെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. പാല് കാച്ച അതേ പാത്രത്തിൽ തന്നെ നമ്മളൊരു കുഞ്ഞു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ മധുരം അത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചമ്പങ്ങളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല സൂപ്പർ പായസമായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനം മധുരമാണ്. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗണപതിക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലില്ല, പക്ഷേ ഈ നാട്ടിൽ എല്ലാവരും ഗണപതിക്കൊക്കെ വെച്ചിട്ടാണ് കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഗണപതിക്കൊക്കെ വെച്ച് അതിന് ശേഷം കുട്ടിപ്പട്ടാളത്തിനൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ അച്ചമ്മങ്ങൾ അച്ചാറുണ്ടാക്കുന്നുണ്ടായിട്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ മാത്രം ഉണ്ടാകുന്ന സ്പെഷ്യൽ ചേന അച്ചാറാണ്. അപ്പോൾ അത് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് അരിയൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിലൊക്കെ ആണെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ കല്യാണത്തിനും ഇതുപോലെ ഹൗസ് വാമിനൊക്കെ നേരത്തെ 2 ദിവസം മുന്നേ ഈ ഒരു അച്ചാറിടൽ കർമ്മം ഉണ്ടാവും. എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് അതൊരു പ്രത്യേക രസം തന്നെയാണ്. നമ്മുടെ നാട്ടിലെല്ലാം കല്യാണ വീട്ടിൽ തലേ ദിവസത്തെ മെയിൻ പരിപാടിയാണ് ഈ അച്ചാറിടൽ. തലേന്നല്ലേ, ഭയങ്കര ടേസ്റ്റാണ്. ഈത്തപ്പഴം വിനാഗിരിയിൽ ഇട്ട് വെച്ചേക്കുന്നത്. ഈത്തപ്പഴം വിനാഗിരിയിൽ ഇട്ട് വെച്ചേക്കുന്നത്. ചൊറുക്ക, നമ്മൾ ചൊറുക്ക തന്നെ പറയുന്നില്ലേതാ? ചൊറുക്ക. വിനാഗിരി ഒന്നും പറയാൻ പാടില്ല. ചൊറുക്കാന്ന് പറയാം.
നിങ്ങൾ ചിരിക്കല്ലേ വേണ്ട, ഭക്ഷണം കഴിക്കാൻ വേണ്ടേ? ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന നല്ലൊരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ പുതിയ വീട്ടിൽ നിന്നുള്ള കുറേയേറെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.